ഹായ് എവരിവൺ, എല്ലാവർക്കും സൈലം SSC RRB ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ജനറൽ സയൻസിലെ ഒരു കിടിലൻ ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. പീരിയോഡിക് ടേബിൾ എന്ന ചാപ്റ്ററിനെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ ഇന്ന് ഈ ട്രിക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, പീരിയോഡിക് ടേബിളിൽ 118 എലമെന്റ്സിനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ എലമെന്റ്സിനെ അതിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പറിനെ ബന്ധപ്പെടുത്തി ഒരുപാട് ക്വസ്റ്റ്യൻസ് SSC ആവട്ടെ, റെയിൽവേ ആവട്ടെ, ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. റീസെന്റ് ട്രെൻഡായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ 95 തൊട്ട് മുകളിലേക്കുള്ള എലമെന്റ്സിനെ ബന്ധപ്പെടുത്തി ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും. അതായത് 100 അറ്റോമിക് നമ്പർ വരുന്ന എലമെന്റിന്റെ പേരെന്താണ്, അതുപോലെ തന്നെ 99ാമത്തെ അറ്റോമിക് നമ്പറുള്ള എലമെന്റ് ഏതാണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണാൻ സാധിക്കും. സോ നമ്മൾ ഇന്ന് 95 തൊട്ട് 104 വരെ അറ്റോമിക് നമ്പറുള്ള എലമെന്റ്സിനെയാണ് പഠിക്കാൻ പോകുന്നത്. ഒരു ട്രിക്കിന്റെ സഹായത്തോടെ നമ്മൾ 95 തൊട്ട് 104 വരെയുള്ള എല്ലാ എലമെന്റ്സിനെയും പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ട്രിക്ക് എന്താണെന്ന് നോക്കാം. ട്രിക്ക് എന്ന് പറയുമ്പോൾ ഒരു കഥയാണ്. ഒരു കഥയുടെ ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് നമ്മൾ ആ ട്രിക്ക് പറഞ്ഞു പോകുന്നത്. ആ കഥ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1995ആണ്. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ആ കാലഘട്ടമാണ് 1995. ഇനി ഈ കഥ നടക്കുന്നത് അമേരിക്കയിലാണ്. സോ കാലഘട്ടവും കിട്ടി, സ്ഥലവും കിട്ടി. കഥ നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 1995, കഥ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അമേരിക്ക. ഒരു കഥയാകുമ്പോൾ എന്തായാലും അതിൽ കഥാപാത്രങ്ങളും കാണുമല്ലോ. സോ ഇതിലും ഉണ്ട് കഥാപാത്രങ്ങൾ. ആദ്യത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഐൻസ്റ്റീൻ ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, ലോകം കണ്ട മഹാനായ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ. സോ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫൺ ലെവലുള്ള ഒരു ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, അത് പിന്നീട് പറയാം. ട്രിക്ക് പറയുമ്പോൾ കൂടെ പറയാം. അതുപോലെ തന്നെ റുദർഫോർഡ് എന്ന ശാസ്ത്രജ്ഞനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റുദർഫോർഡ് നിങ്ങൾക്കറിയാം, ആറ്റത്തിന്റെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരുപാട് സംഭാവനകൾ നടത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് റുദർഫോർഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിരുന്നു. അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയിരുന്നു എന്ന് ഓർത്തിരിക്കുക. ഈ നോബൽ പ്രൈസ് എടുത്തു പറയാൻ കാരണം നമ്മൾ ഈ ട്രിക്കിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നോബൽ പ്രൈസിന്റെ ഒരു കാര്യം ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. റുദർഫോർഡിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക. സോ വൺസ് മോർ, 1995 ഈ കഥ നടക്കുന്നത്. ആ കാലഘട്ടം എന്ന് പറയുന്നത് 1995ആണ്. അമേരിക്കയിലാണ് നടക്കുന്നത്. 2 കഥാപാത്രങ്ങൾ നമ്മൾ പറഞ്ഞു, ആൽബർട്ട് ഐൻസ്റ്റീനും അതുപോലെ തന്നെ റുദർഫോർഡിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് എന്ന് ഓർമ്മിച്ച് വെക്കുക. ഇനി മൂന്നാമതൊരു കഥാപാത്രം കൂടിയുണ്ട്. ആ കഥാപാത്രത്തെയും നമുക്ക് പരിചയപ്പെടാം. സോ ട്രിക്കിലൂടെ തന്നെ നമുക്ക് ആ കഥാപാത്രത്തെ പരിചയപ്പെടാം. അപ്പോൾ ട്രിക്ക് ഇതാണ്: CM ബൈക്കിൽ കാലിഫോർണിയക്ക് പോയി. സോ മൂന്നാമത്തെ കഥാപാത്രം എന്ന് പറയുന്നത് CM, ചീഫ് മിനിസ്റ്റർ, CM എന്ന് ഓർത്തിരിക്കുക. CM ബൈക്കിൽ കാലിഫോർണിയക്ക് പോയി. നമ്മുടെ കഥ നടക്കുന്ന അമേരിക്കയിലാണ്, 1995. അവിടെ എന്ത് ചെയ്തു? CM കാലിഫോർണിയക്ക് പോവാണ്. എങ്ങനെയാണ് പോകുന്നത്? ബൈക്കിലാണ് പോകുന്നത്. CM ബൈക്കിൽ കാലിഫോർണിയക്ക് പോയി. കൂടെ ആരൊക്കെ ഉണ്ട്? അദ്ദേഹത്തിന്റെ കൂടെ, അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ കൂടെ 2 പേര് കൂടി ഉണ്ട്. കൂടെ ഐൻസ്റ്റീൻ. അദ്ദേഹം എവിടുന്നാണ് വരുന്നത്? ഫ്രം മെന്റൽ ഹോസ്പിറ്റൽ. സോ ഈ ചിത്രവും ആ ഒരു മെന്റൽ ഹോസ്പിറ്റലിലെ കഥയും കൂടി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ജസ്റ്റ് ഒരു ഫണ്ട് രീതിയിൽ മാത്രം ഓർത്തിരുന്നാൽ മതി, സീരിയസ് ആയിട്ടൊന്നും നോക്കണ്ട. സോ ഐൻസ്റ്റീൻ ഫ്രം മെന്റൽ ഹോസ്പിറ്റലും അദ്ദേഹത്തിന്റെ കൂടെ നോബൽ ലോറേറ്റ് ആയ റുദർഫോർഡും. ഇത്ര മാത്രം ഓർത്തിരുന്നാൽ മതി. ഈ ഒരു ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം ഓർത്തിരുന്നാൽ മതി. സോ വൺസ് അഗൈൻ നമുക്കൊന്ന് പറഞ്ഞു പോവാം. CM ബൈക്കിൽ കാലിഫോർണിയക്ക് പോയി. ഇതൊക്കെ നടക്കുന്നത് 95 അമേരിക്കയിൽ വെച്ചിട്ടാണെന്ന് മുന്നോടിയായിട്ട് ഓർത്തിരിക്കണം. 95 അമേരിക്കയിൽ CM ബൈക്കിൽ കാലിഫോർണിയക്ക് പോവാണ്. കൂടെ ഐൻസ്റ്റീൻ ഫ്രം മെന്റൽ ഹോസ്പിറ്റലും അതുപോലെ തന്നെ നോബൽ ലോറേറ്റ് ആയ റുദർഫോർഡും ഉണ്ട്. ഇനി നമുക്ക് ഓരോ എലമെന്റ്സുമായിട്ട് ഇതെങ്ങനെ കണക്ട് ചെയ്യാം എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ കഥ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അമേരീഷ്യം എന്നുള്ള എലമെന്റുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. അതിൻ്റെ അറ്റോമിക് നമ്പറായ 95, ആ കാലഘട്ടം പറഞ്ഞത് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാം. 1995 കഥ നടക്കുന്ന സ്ഥലം അമേരീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 95. സോ അതായി അമേരീഷ്യം 95, അറ്റോമിക് നമ്പർ 95. ഇനി അടുത്തത് നമ്മൾ കോഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ്. CM എന്ന് പറയുമ്പോൾ ആ എലമെന്റ് എന്ന് പറയുന്നത് ക്യൂറിയമാണ്. ക്യൂറിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ 95ന് തൊട്ട് അടുത്തുള്ള നമ്പർ. നമ്മൾ സീരീസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. CM എന്ന് പറയുമ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ വരുന്നത് 96ആണ്. ഇനി CM എങ്ങനെയാണ് പോകുന്നത്? ബൈക്കിലാണ് പോകുന്നത്. BK എന്ന് പറയുമ്പോൾ ബെർക്കീലിയം എന്നുള്ള എലമെന്റ് ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ വരുന്നത് 97ആണ്, തൊട്ടടുത്ത നമ്പർ 97. ഇനി CM ബൈക്കിൽ കാലിഫോർണിയക്കാണ് പോകുന്നത് അല്ലെ. CF കാലിഫോർണിയം എന്നുള്ള എലമെന്റ് ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ 98ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? ഐൻസ്റ്റീൻ ഉണ്ട് അല്ലെ. ഐൻസ്റ്റീനിയം എന്നുള്ളതാണ് അടുത്ത എലമെന്റ്. അതിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ 99ആണ്. ഐൻസ്റ്റീൻ ഫ്രം
അപ്പോൾ FM എന്ന് പറയുമ്പോൾ ഫെർമിയം എന്നുള്ള എലമെന്റ് ആണ്. അതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ 100 ആണ്. ഓക്കെ, ഐൻസ്റ്റീൻ ഫ്രം മെന്റൽ ഹോസ്പിറ്റൽ ആണ്. MD എന്ന് പറയുമ്പോൾ മെന്റലീവിയം എന്നുള്ള എലമെന്റ് ആണ്. 101 ആണ് അതിന്റെ ആറ്റോമിക് നമ്പർ. ഐൻസ്റ്റീൻ മാത്രമല്ല, നോബൽ ലോറേറ്റ് ആയ റുദർഫോർഡും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. NO എന്ന് പറയുന്നത് നൊബേലിയം എന്നുള്ള എലമെന്റ് ആണ്. അതിന്റെ ആറ്റോമിക് നമ്പർ 102 ആണ്. നോബൽ ലോറേറ്റ് ആയ റുദർഫോർഡും കൂടെയുണ്ട്. അപ്പോൾ LR എന്ന് പറയുന്നത് ലോറൻഷ്യം എന്നുള്ള എലമെന്റ് ആണ്. അതിന്റെ ആറ്റോമിക് നമ്പർ 103. ആൻഡ് ഫൈനലി റുദർഫോർഡ് എന്ന കഥാപാത്രവും എത്തിക്കഴിഞ്ഞു. RF എന്ന് പറയുമ്പോൾ റുദർഫോർഡിയം, അതിന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ 104. സോ ആ കംപ്ലീറ്റ് ലിസ്റ്റ് 95 തൊട്ട് 104 വരെയുള്ള എല്ലാ എലമെന്റിന്റെയും ലിസ്റ്റുകൾ നമ്മൾ ഇവിടെ പരിശോധിച്ചു കഴിഞ്ഞു. അത് പഠിച്ചു കഴിഞ്ഞു ആ ട്രിക്കിലൂടെ. ഒന്നുകൂടി ട്രിക്ക് പറയാം. CM ബൈക്കിൽ കാലിഫോർണിയക്ക് പോയി, കൂടെ ഐൻസ്റ്റീൻ ഫ്രം മെന്റൽ ഹോസ്പിറ്റലും നോബൽ ലോറേറ്റ് ആയ റുദർഫോർഡും. അപ്പോൾ 95 തൊട്ട് ആ സീരീസ് ആയിട്ട് നമ്മൾ പഠിച്ചു പോവുകയാണ്. ഇനി ഈ ഒരു ട്രിക്കിനെ ബന്ധപ്പെടുത്തി നമുക്ക് കുറച്ച് PYQs ചെയ്യാം. ആ PYQs നോക്കാം. ഇൻ 1955 വിച്ച് സിന്തറ്റിക് എലമെന്റ് ഈസ് പ്രൊവിഷണലി നെയ്മഡ് മെന്റലീവിയം ഇൻ ഹോണർ ഓഫ് ഡിമിട്രി മെന്റലീവ് ഹു ക്രിയേറ്റഡ് വൺ ഓഫ് ദ ഫസ്റ്റ് പീരിയോഡിക് ടേബിൾ. അപ്പം മെന്റലീവിയം എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റിന്റെ അറ്റോമിക് നമ്പറാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ സാധാരണ ഇങ്ങനെ എക്സാമിന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് ഓർമ്മ കിട്ടാൻ ചാൻസ് ഇല്ല. അത്രയും റിവൈസ് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റിന് ആൻസർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ട്രിക്ക് ഓർത്തിരിക്കുക. 95 തൊട്ടുള്ള ആ കഥ നമ്മൾ ഓർത്തിരിക്കുക. അപ്പം മെന്റലീവിയം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? നമ്മൾ പഠിച്ച കോഡ് പ്രകാരം മെന്റലീവിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 101 ആണ്. സോ നമുക്ക് ഉത്തരം കിട്ടി. ആൻസർ ഈസ് ഓപ്ഷൻ ബി, എലമെന്റ് 101 ആണ് മെന്റലീവിയം എന്ന് പറയുന്നത്. നമുക്ക് അവിടെ മാർക്ക് കിട്ടിയാണ്, ജോലിക്കുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രിക്കിലൂടെ നമ്മളെ ജോലി സാധ്യത ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് അറ്റോമിക് നമ്പർ എലമെന്റ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഈസ് നെയ്മഡ് ആഫ്റ്റർ ആൽഫ്രഡ് നോബൽ, ദ ഇൻവെന്റർ ഓഫ് ഡൈനമിറ്റ് ആൻഡ് ദ ഫൗണ്ടർ ഓഫ് നോബൽ പ്രൈസ്. അതായത് നോബൽ പ്രൈസ് സ്ഥാപിച്ച ആൽഫ്രഡ് നോബൽ എന്ന സയന്റിസ്റ്റിന്റെ സ്മരണാർത്ഥം കൊടുത്ത ആ ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ എലമെന്റ് എന്ന് പറയുന്നത് നൊബേലിയം എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് ആണ്. ഓക്കെ, ആൽഫ്രഡ് നോബലിന്റെ സ്മരണയ്ക്കായി നമ്മൾ നെയിം ചെയ്തിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് നൊബേലിയം ആണ്. ആ നൊബേലിയത്തിന്റെ അറ്റോമിക് നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആ ഒരു ചോദ്യത്തിന്റെ ആൻസറും നമുക്ക് ഈ ട്രിക്കിലൂടെ തന്നെ ഓർത്തു വെക്കാം. അപ്പോൾ ആ ട്രിക്ക് നോക്കാം. ഓക്കെ, സോ നൊബേലിയം നമ്മൾ പറഞ്ഞ ട്രിക്ക് പ്രകാരം 102 ആണ് അതിൻ്റെ അറ്റോമിക് നമ്പർ വരുന്നത്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. 102 ആണ് നൊബേലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ആയിട്ട് വരുന്നത്. സോ ഇതുപോലെയുള്ള കിടിലൻ ട്രിക്കുകളിലൂടെ ഇനിയും നമുക്ക് കെമിസ്ട്രിയിലെ അല്ലെങ്കിൽ സയൻസിലെ ഒരുപാട് മനസ്സിലാവാൻ പറ്റാത്ത ഹാർഡായിട്ടുള്ള കൺസെപ്റ്റ്സ് ഇനിയും പഠിച്ചു വെക്കാം. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റൊരു സെഷനുമായിട്ട്. താങ്ക്